സ്ഥാനാർത്ഥികളെല്ലാം കളം നിറഞ്ഞതോടെ നിലമ്പൂരിൽ വരാനിരിക്കുന്നത് കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഇരുമുന്നണികളും അൻവറും വീറോടെ പോരാട്ടത്തിന് തുടക്കമിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് അടിയൊഴുക്കുകളും പ്രതീക്ഷിക്കാം നിലമ്പൂരിൽ. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് LDF പ്രചാരണത്തിന് നേതൃത്വം നൽകും. UDFും നേതാക്കളുടെ വമ്പൻ നിരയെ ഇറക്കും. അൻവറിന്റേത് രാഷ്ട്രീയ ചതിയെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രസംഗം. ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും അതിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല LDF. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, PV അൻവറിന് കരിവേപ്പില എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി അങ്ങനെ പറഞ്ഞപ്പോൾ കരിവേപ്പില കറിക്ക് നല്ല ഗുണമാണ്, നല്ല ടേസ്റ്റ് ആണ് എന്ന് അൻവർ മറുപടി കൊടുത്തു. പക്ഷെ ഇപ്പോൾ മറ്റ് കറികളിലേക്ക് ഒന്നും പോവാതെ സ്വന്തമായി കരിവേപ്പിലയിട്ട് ഒരു കറി ഉണ്ടാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് PV അൻവർ. സ്വാദുണ്ടോ എന്ന് നോക്കാമല്ലേ? അൻവറിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിലെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം പറയാൻ. ഇവിടെ ഇനി ഇടത് വലത് മുന്നണികൾ എങ്ങനെ ഈ ഒരു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നേരിടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തുടങ്ങിയത് അൻവറിന്റെ വഞ്ചനയെക്കുറിച്ചും അതിനുശേഷം വാര്യംകുന്നത്തിനെ ചതിച്ചതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മളും അത്തരത്തിലൊരു ചതിക്ക് ഇരയായി എന്നത്. അതായത് ചതി, വഞ്ചന എന്നീ കാര്യങ്ങളാണ് PV അൻവറിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് ഇടതുപക്ഷത്തിൻ്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അത് വരും ദിവസങ്ങളിൽ വലിയ പ്രചരണ വിഷയമാകുമെന്ന് ഉറപ്പാണ്. താഴെത്തട്ടിൽ ആ തരത്തിൽ തന്നെയായിരിക്കും മുഖ്യ പ്രചരണം നടക്കുക. ഒപ്പം സർക്കാരിൻ്റെ വികസന മുദ്രാവാക്യങ്ങളും ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാകും. മറുവശത്ത് UDF ആണ് അക്ഷരാർത്ഥത്തിൽ ഈ അൻവറിൻ്റെ നിലപാടിൽ അല്പമൊന്ന് പതറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനേ ഇല്ല എന്നാണ് UDFിൻ്റെ നിലപാട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനി ഇതിൽ പറയുകയില്ല എന്നുള്ളതാണ്. എന്ത് തരത്തിൽ പ്രകോപനം ഉണ്ടായാലും അതിൽ പറയേണ്ടതില്ല, പറയാനില്ല എന്നുള്ളതാണ് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച നിലപാട്. അല്പസമയം മുമ്പ് ഷാഫി പറമ്പിലോട് നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴും ഷാഫി പറമ്പിലും അതിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് അപ്പുറം ഒന്നും പറയാനില്ല. അതായത് അൻവറിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക, അൻവറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുക എന്ന തന്ത്രമാണ് UDF സ്വീകരിക്കുന്നത്. പക്ഷേ അൻവർ ഗ്രൗണ്ടിലുണ്ടാക്കുന്ന മണ്ഡലത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ എങ്ങനെയാകുമെന്ന് ഇപ്പോഴും രണ്ട് മുന്നണികൾക്കും പൂർണ്ണമായിട്ടും കണക്കാക്കാൻ കഴിയുകയില്ല. ഇടതുപക്ഷം അവർക്ക് അനുകൂലമായൊരു ഫാക്ടറായിട്ട് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമെന്നൊരു കണക്കുകൂട്ടൽ നടത്തുന്നുണ്ട്. കാരണം 2 തവണയും ഇടത് വോട്ടുകൾക്ക് പുറമേ UDFിൻ്റെ അതൃപ്തരിൽ നിന്നും അൻവർ സമാഹരിച്ച വോട്ടുകളാണ് ഇവിടെ അൻവറിന് വിജയിക്കാൻ വഴിയൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോരാതിരിക്കുമ്പോൾ അൻവറിൻ്റെ വോട്ടുകൾ അത് UDFിനായിരിക്കും ദോഷം ചെയ്യുക എന്നൊരു കണക്കുകൂട്ടലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിനുള്ളത്. മറുവശത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ അൻവർ ചോർത്തുമെന്ന കണക്കുകൂട്ടൽ UDFിനുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായിരുന്നു. ഒട്ടേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു സീരീസിൻ്റെ അവസാനമായിട്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം വന്നിരിക്കുന്നത്. ഇനിയും അതിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് പറയാനാകില്ല. കാരണം നാളെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാലും 5-ാം തീയതി വരെ പിൻവലിക്കാനുള്ള സാഹചര്യമുണ്ട്. UDFിൽ ഇപ്പോൾ തന്നെ അൻവറിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് വലിയ 2 അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഈ എത്ര സ്ഥാനാർത്ഥികളുണ്ടാകും, അൻവർ എങ്ങനെയായിരിക്കും ഈ ഒരു സമയത്ത് പ്രചരണം നടത്തുക, അൻവർ നോമിനേഷൻ പിൻവലിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നിലമ്പൂരിനെ ചൂടുപിടിപ്പിക്കുന്നത് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഈ ഘട്ടത്തിൽ. CV അനുമോദാണ് വിശദവിവരങ്ങൾ നൽകിയത്. നന്ദി.